ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ദുബായിലൊരു മീറ്റപ്പിന് പോവാണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ കാണിക്കുന്നത്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു മാസത്തെ വാട്സപ്പ് പരിചയമുള്ള പല എമിറേറ്റ്സിൽ നിന്നുള്ള ആളുകളുമായിട്ടുള്ള ഒരു ഒത്തുകൂടൽ. ഇമ്പാക്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അസ്നത്ത് മാഡത്തിൻ്റെ ഒരൊറ്റ കഴിവുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായത്. ഈ കൂടിയവരൊന്നും ചില്ലറക്കാരൊന്നും അല്ല കേട്ടോ. ഇതിൽ കൂടുതൽ ആളുകൾ ജോലിയുള്ളവർ തന്നെയാണ്. ടീച്ചേഴ്സ്, അക്കൗണ്ടൻസ്, എൻജിനീയേഴ്സ്. ഇവരൊക്കെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പത്തനംതിട്ട, കോട്ടയം, തിരുവനന്തപുരം ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നുള്ളവരാണ്. എന്നീ സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ എമിറേറ്റ്സിലേക്ക് എത്തിയവരാണ് ഇപ്പോൾ നമ്മളെ കൂട്ടായ്മയിലുള്ളത്. കുറച്ച് പേര് അബുദാബിയിൽ നിന്നാണ് പോകുന്നത്. ഫസ്റ്റ് മീറ്റപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും സൗകര്യവും നോക്കിയിട്ട് ദുബായിൽ വെച്ച് നടത്താമെന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ ഷാർജ, റാസൽ ഖൈമ, അപ്പോൾ പല എമിറേറ്റ്സുകളിൽ നിന്നും വരുന്നവർക്ക് സൗകര്യം ദുബായ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവിടെ തിരഞ്ഞെടുത്ത്. അതുപോലെ വരുന്നവരൊക്കെ ഓരോ സ്നാക്സുകൾ കുറേശ്ശെ കൊണ്ടുവരാമെന്നും സ്നാക്സ് കൂടാതെ കുറച്ച് ഗിഫ്റ്റുകളും നമ്മൾ തമ്മിൽ കൈമാറാൻ വേണ്ടി അതും കൂടെ കൊണ്ടുവന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ടും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇറച്ചിപ്പത്തിരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നോമ്പൊക്കെ വരില്ലേ, ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതിലൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇറച്ചിപ്പത്തി തയ്യാറാക്കാനായിട്ട് ഞാൻ വെല്ലുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, പുതിനയില എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് അണ്ടി മുന്തിരി വഴറ്റിയതിന് ശേഷം ക്രഷ് ചെയ്തെടുത്ത വെജിറ്റബിൾസൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് തന്നെ വഴലണേ. വഴന്നതിൻ്റെ വരുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് വഴന്നതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാല ചേർക്കാം. പിന്നെ ഇത്തിരി മല്ലിപ്പൊടിയും പെരുംജീരകം പൊടിച്ചും കൂടെ ചേർക്കാം. പിന്നെ ചിക്കൻ വേവിച്ച് വറുത്തെടുത്ത് ക്രഷ് ചെയ്തത് അത് ചേർക്കാം. മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. നമുക്ക് പൂരിയുടെ ആകൃതിയിൽ ഒന്ന് പത്തിരി വലുതാക്കി പരത്തിയിട്ട് അതിൽ നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പണ്ടുണ്ടല്ലോ, ഞങ്ങൾ പണ്ടെന്ന് പറയും, അതിൻ്റെ ഫില്ലിങ് ഒന്ന് വെച്ചതിന് ശേഷം ഒരു പൂരിയും കൂടി വെച്ച് അതിലൊന്ന് തിരച്ചെടുക്കുക. അല്ലെങ്കിൽ ഇനി ഒന്ന് ഫോർക്ക് വെച്ചൊന്ന് ലൈൻ ഇട്ട് കൊടുത്താലും മതി. നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. എനിക്കറിയുന്ന മാതിരി ഒന്ന് തിരച്ചെടുത്തതാണ്. അപ്പോൾ ഇറച്ചിപ്പത്തിരി മുഴുവനായിട്ടും ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് 2 മുട്ട വേണം. മുഴുവനായിട്ടില്ല, ഇറച്ചിപ്പത്തിരി ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ ഇത് ഉള്ളിൽ എരിവും പുറമെ മധുരമാണ്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മുഴുവനായിട്ട് പൊരിച്ചിട്ടുണ്ട്. ഇനി 2 മുട്ട, ഏലക്കായ, പഞ്ചസാര മിക്സ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. മധുരം ഒരുവിധം വേണം. പിന്നെ നെയ്യ് തന്നെ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാൻ മിൽമൻ്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത മുട്ടക്കൂട്ടിൽ നമ്മൾ ഓരോ ഇറച്ചിപ്പത്തിരി മുക്കി ഈ നെയ്യിൽ തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കും. വേവിക്കാന്നല്ല, ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് അതൊക്കെ ഒന്നതിൽ കോട്ടിങ് ആയാൽ ആണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ ഇതാണ് നമ്മളെ ഇറച്ചിപ്പത്തിരി. ഇതാണ് ഞാൻ ഇമ്പാക്റ്റിൻ്റെ പരിപാടിക്ക് പോകുമ്പോൾ കൊണ്ടുപോയത്. അപ്പോൾ ഇത് ശരിക്കും വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഞാൻ പോണ തിരക്കിൽ രാവിലെ ഉണ്ടാക്കുന്നതിനിടയിലൊന്ന് എടുത്തതെന്നുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പാക്കിംഗ് ഒന്നും കാണിച്ചിട്ടില്ലേ, ഇതാകല്ല പണിയും കഴിഞ്ഞ് റെഡിയായി. എൻ്റെ മോളാണ് എന്നെ ബസ് സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി വരുന്നത്. നമ്മൾ പോവാണ്, അൽവാദ ബസ് സ്റ്റേഷനിലേക്കാണ് വരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ അസ്നത്ത് മാഡം, ഒരു നിഗ നാത്തൂന്, പിന്നെ അബുദാബിയിൽ നിന്ന് തന്നെ വേറെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ബസ്സിൽ കയറി. നമുക്ക് എല്ലാവർക്കും കൂടി ബാക്കിലെ സീറ്റാണ് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനായി. അപ്പോൾ ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഒന്നിച്ചിരുന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ പോകുന്നത്.
അത് ദുബൈയിൽ ഇറങ്ങിയിട്ട് വേണം ദുബായിലേക്ക് പോകാൻ. അവിടെ അസ്നത്ത് മാഡത്തിൻ്റെ ഒരു കസിന് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഇനി നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒരു മറ്റേ വണ്ടിയിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അസ്നത്ത് മാഡത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രക്കും എഫേർട്ട് എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്തത്. നമ്മൾ ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെ എല്ലാവരെയും പുറത്ത് കൊണ്ട് നമ്മളെ മാനസിക സംഘർഷം കുറക്കാനും എല്ലാത്തിനും ഈ ഒരു യാത്ര ഉപകരിച്ച്. ഞാനും എൻ്റെ മക്കളും ഹസ്ബൻഡും ഇല്ലാതെ എവിടെയും പോയിട്ടില്ല. ഇപ്പോൾ ഇവരുടെ കൂടെ ഒരുപാട് സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ പറ്റി. എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ടെൻഷനുകളുണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ യാത്ര. അസ്നത്ത് മാഡത്തിന് വണ്ടി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, നമ്മളെയും കൂടി കൂട്ടിയിട്ട് ഇവിടുന്ന് അബുദാബിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ബസ് യാത്ര തിരഞ്ഞെടുത്തത്. ഏതായാലും ഒരുപാട് സന്തോഷമുള്ളൊരു യാത്രയാണ്. ബസ്സിൽ കയറിയപ്പോൾ നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, 4 വയസ്സായ കുട്ടി, നോയ എന്നാണ് പേര്. ആ മോളെ എൻ്റെ അടുത്തായിരുന്നു. അവൾക്ക് പാട്ട് പാടണം. ആ പാട്ട് കൂടി ഒന്ന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. Tell me the continent, tell me the continent, tell me the continent you can. North America, South America, Africa, Asia, Europe. No forget Antarctica, no forget Australia, no forget Antarctica, no forget Australia. നമ്മളിപ്പോൾ നമ്മൾ ദുബായ് അൽട്ടവർ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇനി പരിപാടിയൊക്കെ ഞങ്ങൾ കണ്ടു നോക്കുക. ഭയങ്കര രസമായി. നമ്മൾ ഒരിക്കലും കാണാത്ത കുറേ ആൾക്കാർ നമ്മൾ എന്നും കാണുന്ന മാതിരി തന്നെ തോന്നി പരിചയപ്പെട്ടപ്പോൾ. അസ്നത്ത് മാഡത്തിൻ്റെ വാക്കുകളാണിത്. ഇതിൽ പറയുന്നുണ്ട് ചിലത് കുട്ടികളുടെ ശബ്ദം കൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. 50-ലധികം ഫ്രണ്ട്സുകളാണ് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് ഫുഡ്, ഒരുപാട് ഗിഫ്റ്റ് എല്ലാം ആയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. നല്ല രസമായി. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. നമ്മൾ കുറേ ലേറ്റായത് കാരണം അതിൻ്റെ ഒരു പ്രശ്നങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. എന്നാലും നമ്മൾ ഒന്ന് ഒത്തുകൂടി കുറേ ടൈം എല്ലാവരും പരിചയപ്പെട്ട് ഫുഡ് കഴിച്ച് കുറച്ച് ഗെയിം കളിച്ച് ഒക്കെ ഒന്ന് നല്ല രസമായി. ഇവിടെ കൂടിയത് 50-53 ആളുകളേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ആളുകൾ ഇനിയും കൂടാനും കാണാനും പരിചയപ്പെടാനും ഒക്കെ ഉണ്ട്. ഇവിടെ എത്തിയപ്പോഴേ നമ്മളൊക്കെ ഒരു തറവാട്ടിലൊത്ത് കൂടിയ മാതിരിയാണ് തോന്നുന്നത്. എല്ലാവരും അറിയാത്തവരൊന്നുമില്ല, ആരും മുഖത്തൊരു പരിചയക്കേടുമില്ല. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഒരുപാട് ജോലി തിരക്കിന്റെ അല്ലെങ്കിൽ പാരാപ്റ്റം എല്ലാത്തിന്റെ അടുത്തും വന്നതാണ്. അപ്പൊ നിങ്ങളിവിടെ പല എമിറേറ്റ്സ് ഞാൻ ഓരോ എമിറേറ്റ് പറയുമ്പോൾ നിങ്ങൾ എമിറേറ്റിന് ഉറക്കെ പറയാൻ പറ്റും. ഏത് എമിറേറ്റ് ഞാൻ സ്റ്റാർട്ട് എന്ന് പറയാൻ നിങ്ങളുടെ എമിറേറ്റിന് ഉറക്കെ പറയാൻ പറ്റുമോ? ആദ്യം നിങ്ങൾ സൗണ്ട് ഉണ്ടോ? എന്നേക്കാൾ സൗണ്ട് ഉണ്ടോ? ഓക്കെ, ഞാൻ 1 എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്ന് പുഞ്ചിരിക്കാം. പുഞ്ചിരിക്കുമ്പോൾ സൗണ്ട് വേണ്ട. 1 എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കാം. ഓക്കെ, 2 എന്ന് പറഞ്ഞാൽ പല്ല് കാണിച്ച് ചിരിക്കുക. ഓക്കെ, സൗണ്ട് വേണ്ട കേട്ടോ. 3 എന്ന് പറഞ്ഞാൽ ചിരിക്കുക. റെഡിയാണോ? ഓക്കെ, 1 2 3
പോരെയല്ലോ. ഒന്നുകൂടെ 1 2 3. പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല എല്ലാ കുഞ്ഞു കുട്ടികൾ വെച്ചിട്ടൊക്കെ നമ്മുടെ ഒരു മീറ്റപ്പിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പ്രത്യേകം പറയുന്ന നീ കേൾക്കാൻ പറ്റിയില്ല അത്ര തന്നെ. വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഗെയിമിൽ ഞാനും കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ പിന്നെ വേറെ ആരും ഏൽപ്പിക്കാനൊന്നും വയ്യല്ലോ. അങ്ങനെ ഞാൻ ആ ഗിംബലൊന്നും കൊണ്ടുപോയിട്ടില്ല. വേറെ കയ്യിലൊരു ബലൂണുണ്ട്. ആ ബലൂണിനാണ് എല്ലാവരുടെ പേരും എഴുതുക, അവനവൻ്റെ പേര് എഴുതിയിടുക. എന്നിട്ട് ബലൂണ് പാട്ട് നിർത്തുമ്പോൾ ബലൂണ് പൊട്ടിക്കുക. നമ്മൾ നല്ല മ്യൂസിക്കൽ ചെയറൊക്കെ കളിക്കുന്നുണ്ട്, അതുപോലെ പൊട്ടിക്കുമ്പോഴേ അതിൽ ആരുടെ പേരാണോ ഉള്ളത് ബോളിങ്ങനെ പാസ് ചെയ്യണേ, ആരുടെ പേരാണോ ഉള്ളത്. അപ്പോൾ അവർക്ക് ഒരു ഗിഫ്റ്റ് കിട്ടും. അങ്ങനെ എല്ലാവർക്കും ഗിഫ്റ്റ് കൈമാറി. അങ്ങനെ എനിക്ക് കിട്ടിയത് നല്ലൊരു ബാഗ്. ഞാൻ ബാഗ് പ്രതീക്ഷിക്കാത്തതാണ്. അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ വന്ന ഒരു ഫ്രണ്ട് തന്നെയാണ് എനിക്ക് ഗിഫ്റ്റ്, അവരുടെ പേരാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ. പോയി കഴിഞ്ഞു. ഇതിപ്പോ എൻ്റെ തന്നെ വരും. അതിപ്പോ എന്താണെന്നറിയോ, അവിടുത്തെ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് കുറേയൊക്കെ സൗണ്ടുകൾ ഞാൻ അങ്ങനെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഇട്ടിട്ടുണ്ട്. ആർക്കും തകരാറൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ്, ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം. എനിക്ക് ഗിഫ്റ്റ് തരുന്ന വീഡിയോ ഒരാരൊന്നും എടുത്തതെന്നാണ്. അപ്പോൾ അത് തലയും പാലൊന്നും ഇല്ല, എന്നാലും ഗിഫ്റ്റ് കാണുന്നുണ്ട്. അത് ഞാൻ അങ്ങനെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ ഒരുപാട് ഇതുപോലെ റീൽസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ശരിക്കും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദൂരത്തായതുകൊണ്ട് തന്നെ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ബാഗാണിത്. നല്ല അടിപൊളി ബാഗാണ്. ഇതാ ഫുഡൊക്കെ ഒരുപാട് എല്ലാവരും കഴിച്ചിട്ട് ഒരുപാട് ബാക്കിയായിരുന്നു. പിന്നെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളെ സാദിക്ക് ഇൻഫ്ലുവൻസറാണിത്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, എനിക്കെന്നെ പരിചയപ്പെടുത്തി തന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സോറി, എനിക്ക് തീരെ അറിയില്ല അവരൊന്നും. അപ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്യാൻ അതുപോലെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഇതിൽ, റിട്ടയർഡ് ടീച്ചർ. ഞാനും വസ്നത്ത് മാഡവും കൂടെയാണ് കേക്ക് കട്ട് ചെയ്തത്. കുട്ടികളൊക്കെ കേക്ക് കഴിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്.
കുട്ടികൾക്കാണല്ലോ ഇതിൻ്റെ ഒരു ഹരം, കേക്കൊക്കെ കാണുമ്പോഴും ഒക്കെ ഉള്ള. അപ്പോൾ ഇമ്പാക്റ്റിൻ്റെ ഒരു കേക്കാണ് ഇത്. അത് അസ്നത്ത് മാഡം തന്നെ കൊണ്ടുവന്നാണ്. ഇതൊരു സൂസൻ, ഇവരൊരു അഡ്മിനാണ്. ഹാപ്പി ബർത്ത്ഡേ. കുട്ടികളൊക്കെ എല്ലാരും കേക്ക് തിന്നാൻ റെഡി ആയിട്ട് നിൽക്കണോ? കേക്ക് വേണോ? എന്നാലില്ലേ ഇനി ഇവിടെ ഉമ്മച്ചിമാർക്കും അമ്മമാർക്കൊക്കെ ഓരോ പ്രോഗ്രാംസ് വരും. അപ്പൊ നിങ്ങൾ കച്ചറ കളിക്കാൻ പാടില്ലേ വീട്ടില്? കുറച്ച് കഴിഞ്ഞ ടൂറൊക്കെ പോവാം. ഇവിടെ ഒരു പാർക്കിൽ പോയിട്ട് അടിച്ചു പൊളിക്കാം. ടൂറൊക്കെ ആയിട്ട് എങ്ങനെ ഉണ്ടാവും? ബെസ്റ്റ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ഇരിക്കണം കേട്ടോ. നമ്മൾ കേക്ക് കട്ടിയിലൊക്കെ കഴിഞ്ഞ് പിന്നെ അബുദാബിയിലേക്ക് വന്നത് നമ്മളെ സൂസൻ അഡ്മിനുണ്ടല്ലോ, അവരുടെ വണ്ടിയിലാണ്. ഒരുപാട് ഉപകാരമായി ആ വണ്ടി നമ്മൾ കിട്ടിയത്. ഒരു ക്ഷീണമൊന്നും അറിയാതെ ഇവിടെ അബുദാബിയിലെത്തി. ഒരു ഹസ്ബൻഡാണത്. പിന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഓരോ ഹസ്ബൻഡ് വന്ന് അവരെ കൊണ്ടുപോവാണ്. മോള് നല്ല കരച്ചിലാണ്, ചെറിയ കുട്ടീൻ്റെ 3 മാസമായ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്ന് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. മോള് കരഞ്ഞിട്ട് കളിപ്പിക്കുകയാണ്, കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്. ഇന്ന് കൊച്ചിന്റെ ആനിവേഴ്സറി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ കൊണ്ട് പിന്നെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ടെല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു. ഞാൻ എൻ്റെ വീഡിയോ ക്ലിയർ ഇല്ലെങ്കിൽ ഇത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്ന് ഇതിൽ ആഡ് ചെയ്തത്.